തന്നിലെ ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിന്റെ ബലിയുടെ സമയമിതാ സ്നേഹത്തിൻ കോലാശ സമയം തന്നിലെ ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിന്റെ ബലിയുടെ സമയമിതാ സ്നേഹത്തിൻ കോലാശ സമയം സ്വർഗ്ഗപിതാവിനെ മാലാഖവൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈ അന്താരയിലെ സ്വർഗ്ഗപിതാവിനെ മാലാഖവൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈ അന്താരയിലെ ദിവസം ഈശോയുയർത്തിയ അപ്പമിതാ ദിവസം ഈശോയുയർത്തിയ അപ്പമിതാ കൽത്താരിലും വീണ്ടും ഉയർത്തിടുന്നു മുന്തിരിച്ചാറിൻ പാനപാത്രം കൽത്താരിലും വീണ്ടും ഉയർത്തിടുന്നു മുന്തിരിച്ചാറിൻ പാനപാത്രം സ്വർഗ്ഗപിതാവിനെ മാലാഖവൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈ അന്താരയിലെ സ്വർഗ്ഗപിതാവിനെ മാലാഖവൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈ അന്താരയിലെ. നമുക്കരങ്ങൾ കൂപ്പാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം, നമ്മുടെ ഇടവകയെ സമർപ്പിക്കാം. ഈ തിരുനാൾ ബലി സാഘോഷം നാം ഇവിടെ അർപ്പിക്കുമ്പോൾ ഇത് കാണുന്ന ശ്രമിക്കുന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ എളിമയോടെ നമുക്ക് ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ എത്രയും ബഹുമാനപ്പെട്ട വികാരി മാട്ടിനച്ച കൊച്ചച്ച ഡീക്കൻ, പ്രിയ ദൈവജനങ്ങൾ, ആദ്യമായി തന്നെ ഏവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു, ആശംസിക്കുന്നു.
തിരുഹൃദയം വഴി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 3 കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ 3 കാര്യങ്ങൾ, പാഠങ്ങൾ നാം മനസ്സിൽ കുറിച്ചിടണം. ഒന്നാമതായി, ഈശോ തിരുഹൃദയം പറയുന്നത് പോലെ, പഠിപ്പിക്കുന്നത് പോലെ നാം സ്നേഹിക്കാൻ പഠിക്കണം. രണ്ടാമതായി, ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറയുന്നു സ്നേഹിക്കപ്പെടാൻ പഠിക്കണം. മൂന്നാമതായി, ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറയുന്നു സ്നേഹം തിരിച്ചറിയാൻ പഠിക്കണം. നമ്മുടെ അനുദിന കാലികമായ ജീവിതം പരിശോധിച്ചാൽ പലപ്പോഴും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹം തിരിച്ചറിയാനും മടിക്കുന്ന, മറന്നുപോകുന്ന സമൂഹത്തിലാണ്, ലോകത്തിലാണ് നാം ജീവിച്ചു പോവുക. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കാം. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഈശോ സ്നേഹിച്ച് പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരൻ്റെ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കാനും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിയുന്നു നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ വിസ്മരണീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കും പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടെ തന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവിടയാക്കും. കർത്താവിൻ്റെ വചനം. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ ആദരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ച കന്യകാമറിയം അനുഗ്രഹീതയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവർ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവർ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിനെ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും ഹൃദയപൂർവ്വം നേരുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി മാറിയവളാണ് അമ്മ. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലെന്ന് മക്കളിങ്ങനെ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മയോട് മക്കൾ ചോദിക്കും, അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും? അമ്മ തെല്ലിടറാതെ ദൈവത്തിൻ്റെ തിരുഹൃദയ രൂപത്തിൽ നോക്കി പറയും, എല്ലാം ശരിയാണ്, ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് അമ്മമാരാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ നോക്കി നോക്കി ധ്യാനിച്ചുകൊണ്ട് വിമല ഹൃദയമായി മാറിയവരാണ് അമ്മമാരൊക്കെ. തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് എന്തുകൊണ്ട് അമ്മയെക്കുറിച്ചൊരു ചിന്ത? കാരണം വളരെ ലളിതമാണ്. തിരുഹൃദയ തിരുനാളിനോട് ചേർന്നുള്ള ഇന്നേ ദിനമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുക. ദൈവസ്നേഹത്തെ പ്രതി ഹൃദയത്തിലൊരു വാളേറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. 3 ചോദ്യങ്ങളിലൂടെയാണ് നാം ഈ 2 ഹൃദയങ്ങളെ പറ്റി ധ്യാനിക്കുക. ഒന്നാമതായി, ഒരുപാട് ചോദ്യങ്ങൾക്ക് നടുവിലും വിശ്വാസത്തിൻ്റെ പാട്ടുപാടാൻ നമുക്കാകുന്നു. ഒന്നാമത്തെ വായനയിൽ നാം ശ്രമിച്ചു. യെശയ്യാ പ്രവാചകനാണത് പറയുക. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഒരു യുദ്ധത്തിൽ വിജയിച്ചു വന്ന യോദ്ധാവിൻ്റെ പാട്ടല്ല ഇതുപോലെ. യൗവനത്തിൽ വിവാഹത്തിന് മുൻപേ ഒരു പുത്രനെ പേറേണ്ടി വന്ന, പുറം ലോകമത് തിരിച്ചറിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടി വരുന്ന ഒരു പാവം യഹൂദ പെൺകുട്ടിയുടെ പ്രാർത്ഥന ഗീതമായിരുന്നു അത്. മറിയം ചോദിക്കുന്നുണ്ട് ഗബ്രിയേൽ മാലാഖയോട്, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഗബ്രിയേൽ ദൂതൻ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പിന്നീട് മറിയം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങകലേക്ക് പുറപ്പെട്ട് ഏലീശ പുണ്യവതിയുടെ അടുത്ത് ചെന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സ്തുതിപ്പിന്റെ ഗാനം ആലപിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഈ അമ്മയിൽ നിന്ന് പഠിച്ചത് കൊണ്ടായിരിക്കണം മരണപ്പെടാൻ പോകുന്നതിൻ്റെ തലേ ദിവസവും ശിഷ്യന്മാരോടൊത്ത് അന്ത്യത്താഴത്തിൻ്റെ സമയത്തും
യേശു കൃതജ്ഞതാ സ്തോത്രം ചൊല്ലുക. പിന്നെയും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടിക്കൊണ്ടാണ് ദൈവം ഒലിവുമലയിലേക്ക് നടന്നു കയറുക. തിരുഹൃദയവും വിമല ഹൃദയവും ഇന്ന് നമ്മെ നോക്കിയും ചോദിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ജീവിത പ്രശ്നങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വിശ്വാസത്തിൻ്റെ പാട്ടുപാടാൻ നമുക്കൊക്കെ കഴിയുമോ എന്ന്. രണ്ടാമതായി, തകർന്നു വീഴുമ്പോഴും മറ്റുള്ളവരെ താങ്ങാൻ നമുക്കാകും. മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലെ ഹൃദയസ്പർശിയായ രംഗം ഇങ്ങനെയാണ്. യേശു അതാ കാൽവരിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒത്തിരി പേർ പരിഹസിക്കുന്നുണ്ട്. മറിയം അകലെ നിന്നത് കാണുന്നു. മറിയം ജോണിനോട് പറയും, എന്നെ അവൻ്റെ അടുത്തെത്തിക്കുക. ജോൺ വളരെ ചില ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ യേശുവിൻ്റെ മുന്നിലെത്തിക്കുന്നുണ്ട്. മറിയം മകനെ നോക്കുന്നുണ്ട്. മകൻ ആശ്വസിക്കുന്നുണ്ട്. കുരിശിൽ കിടക്കുമ്പോഴും യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും ആശ്വാസവും അമ്മ കൂടെയുള്ളതായിരുന്നു. ആ അമ്മയിൽ നിന്ന് പഠിച്ചതിനാലാകാം ആ വഴിയോരങ്ങളിൽ തന്നെ ആശ്വസിപ്പിക്കാനെത്തിയ ആ കരഞ്ഞു വന്ന പാവപ്പെട്ട സ്ത്രീകളെ യേശു ആശ്വസിപ്പിക്കുക. ആ അമ്മയിൽ നിന്ന് പഠിച്ചതിനാലാകാം കുരിശിൽ കിടക്കുമ്പോഴും നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്യുക. തിരുഹൃദയവും വിമല ഹൃദയവും ഇന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. വീണുപോഴും തളർന്നു വീഴുമ്പോഴും മറ്റുള്ളവർക്ക് താങ്ങാകാൻ നമുക്കാകുമോ? മൂന്നാമതായി, പ്രതീക്ഷകളൊക്കെ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൽ പ്രത്യാശ വഹിക്കുന്നവരാകാൻ നമുക്കാകുമോ? ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കും, യേശുവിനെ കാണാതായിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടുന്ന രംഗം. ഓർക്കണം, 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മകനെ അമ്മയ്ക്ക് കണ്ടെത്താനാവുക. ജെറുസലേം ദേവാലയമാണ്. വർഷത്തിലെ ഏറ്റവും വലിയ തിരുനാളാണ്. ആബാലവൃന്ദം യഹൂദരെല്ലാവരും കുടുംബസമേതം ജെറുസലേം ദേവാലയത്തിൽ വരുന്ന ഒരു തിരക്കുണ്ട്. ആ തിരക്കിൽ ഒരു ബാലനെ അന്വേഷിക്കുകയാണ്. അതും 3 ദിവസങ്ങൾക്ക് ശേഷം. കണ്ടുകിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തൊരു സാഹചര്യമാണത്. പക്ഷേ അമ്മയ്ക്കുറപ്പായിരുന്നു മകനെ കണ്ടെത്താനാകുമെന്ന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാൽവരി മലയിൽ മകൻ ഒരു ഒറ്റമുറിവായി അങ്ങനെ കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജോണിനോട് പറഞ്ഞിട്ടുണ്ടാകണം, തകർന്നുപോയ ജോണിനോട് പറഞ്ഞിട്ടുണ്ടാകണം, തകരണ്ട, 3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മകൻ ഉയർത്തെണീക്കുമെന്ന്. അത്രമേൽ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു അമ്മയുടെ മകനായിരുന്നതിനാലാകാം ലാസറിന്റെ ശരീരത്തിനടുത്തേക്ക് പോകുമ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, 4 ദിവസമായി ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ അവൻ ചെല്ലുന്നു, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇന്ന് ഈ തിരുഹൃദയവും ഈ വിമല ഹൃദയവും നമ്മോട് പറയുന്നുണ്ട്, പ്രതീക്ഷകളൊക്കെ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൽ പ്രത്യാശ വഹിക്കുവാൻ നമുക്കാകും. ദൈവത്തോടുള്ള അതിയായ സ്നേഹത്തെ പ്രതി ഹൃദയത്തിൽ ഒരു വാളേറ്റു വാങ്ങിയ അമ്മ, മനുഷ്യകുലത്തോടുള്ള അതിയായ സ്നേഹത്തെ പ്രതി ചങ്കിലൊരു കുന്തമനയേറ്റ മകൻ. ഈ 2 ഹൃദയങ്ങൾ നമ്മോടിന്ന് പറയുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾക്ക് നടുവിലും വിശ്വാസത്തിന്റെ പാട്ടുപാടാൻ നമുക്കാകുമോ? തകർന്നു വീഴുമ്പോഴും മറ്റുള്ളവരെ വീഴാതെ താങ്ങാൻ നമുക്കാകുമോ? പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൽ പ്രത്യാശ വഹിക്കാൻ നമുക്കാകുമോ? തിരുഹൃദയം ഒരു പ്രതീക്ഷയാണ്. ദൈവം കൂടെയുണ്ട് എന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മെ പഠിപ്പിച്ചതാകട്ടെ പരിശുദ്ധ മറിയം. മനസ്സുറങ്ങി നാഥാ ഒരുമയോടി ബലിയിൽ ഒന്നു ഈ യാഗവസ്തുക്കളും നിവിടെ നാഥന്റെ കൈകളിലേക ഈ യാഗവസ്തുക്കളിൽ നിവിടെ നാഥന്റെ കൈകളിലേക
ഞാൻ സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയാവഹമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ ഉദാശകൾ നിർവഹിക്കുന്ന കുതി തുറക്കപ്പെട്ട വിലാവിൽ ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്തിരുന്നു. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ അവിരാമം ഞങ്ങൾ അങ്ങേ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിൻബലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ വന്യകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
മനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങേ വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി
ദിവ്യോപദേശത്താൽ രൂപവത്കരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും ഐശ്വര്യവും നൽകാൻ കഴിയണമേ. ഇന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ.
കാരുണ്യമാ രാപ്പകൽ വാഴും സ്നേഹനാഥ കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ മുറിവേറ്റു പിടയുന്ന നിന്റെ രൂപം. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ഭോജനേ, ഓ ദിവ്യകാരുണ്യമേ. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ഭോജനേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ ഈ പുണ്യ ദിവസത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു വിശുദ്ധ ബലിയർപ്പിച്ച സ്നേഹബഹുമാനപ്പെട്ട ആൽബിനച്ചൻ, പ്രിയമുള്ള കോളിനച്ചൻ, സ്നേഹബഹുമാനപ്പെട്ട ഡീക്കൻ ഷാമിൽ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ആരവങ്ങളില്ലാത്ത ഒരു തിരുനാൾ, താളക്കൊഴുപ്പുകളില്ലാത്ത അന്തരീക്ഷം, ജനബാഹുല്യത്തിൻ്റെ അകമ്പടികളില്ലാതെ ഭക്തിസാന്ദ്രമായി ഈശോയുടെ ആൾക്കാരയിൽ ഒരു ബലി നമ്മൾ അർപ്പിക്കുകയാണ്. ഈശോയുടെ ജീവിക്കുന്ന ഹൃദയത്തിൻ്റെ ചങ്കടിപ്പിൻ്റെ താളം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ ബലി ഇവിടെ അർപ്പിച്ചത്. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ അതിന് മുന്നോടിയായി നമ്മൾ നടത്തിയ തിരുനാൾ തുടക്കത്തിൻ്റെ പതാക ആശീർവാദം ഉയർച്ചയുമൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അംഗീകാരമുണ്ടായിരുന്നു പതാക ഉയർത്തലിന് പോലും. പിതാവായ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് ആനമ്പെള്ളം തളിച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ ചെറുമഴ മുന്നോടിയായി തളിച്ചെടുത്തുകൊണ്ടാണ്, വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ഈ തിരുനാളിന് നമ്മൾ തുടക്കം കുറിച്ചത്. കറുത്തിരണ്ട് വന്ന കാർമേഘങ്ങളൊക്കെ ആകാശത്തു നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ തിരുഹൃദയം നമ്മോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കൊറോണ വൈറസിൻ്റെയും അനുബന്ധമായിട്ടുള്ള എല്ലാ കാർമേഘങ്ങളും ഇരുളുകളും നിന്റെ ജീവിതത്തിൽ നിന്ന് ഇതുപോലെ ഒഴിഞ്ഞു പോകും. ഈശോ നൽകുന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ. ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആനന്ദത്തിൻ്റെ തിരുനാളാഘോഷം നടത്തിയത്. വളരെ മനോഹരമായ വിധത്തിൽ ബഹുമാനപ്പെട്ട ആൽബിനച്ചൻ നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയായിരുന്നു. ജന്മം കൊണ്ട് പിഴലക്കാരനെങ്കിലും ഇപ്പോൾ ജീവിതം കൊണ്ട് ഓസ്ട്രിയയിൽ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നടത്തി വരവെയാണ് ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്നത്. വലിയ സംരക്ഷണത്തിലാണ് അച്ഛൻ നാട്ടിലെത്തിച്ചേർന്നത്. അച്ഛൻ എത്തിച്ചേർന്ന് പിറ്റേ ദിവസമാണ് ലോക്ക്ഡൗൺ ആയത്. അല്ലെങ്കിൽ അച്ഛനും പെട്ടുപോയ, എന്നാൽ ഈശോയുടെ വലിയ ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹവുമൊക്കെയാണ് അച്ഛൻ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൻ്റെ വിശുദ്ധ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അനുഗ്രഹിച്ച, ആൽബിനച്ച ഏറ്റവും സ്നേഹത്തോടെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വരുന്ന തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും അഭിഷേകം അച്ഛനുണ്ടാകട്ടെ എന്ന്, സംരക്ഷിതനാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യും.
വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് അടുത്തൊരാൾക്ക് ഞാൻ നന്ദി പറയുക. പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള വഴിയാത്രയിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഡീക്കൻ പട്ടം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഷാമിൽ, നമ്മുടെ ഇടവകയാവുന്ന കുടുംബത്തിലെ അംഗം, തൻ്റെ കന്നിപ്രസംഗം നടത്തുകയായിരുന്നു. ഇന്ന് നമ്മുടെ ആൾക്കാരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കോതാട് ഇടവക വളരെ സവിശേഷമായ വിധത്തിൽ കൊണ്ടാടുന്നതിന് തുടക്കം കുറിച്ചു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ഒരു യാത്രാ ദൂരമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ, ബഹുമാനപ്പെട്ട ഡീക്കിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ വരികളിലെയും താളങ്ങൾ. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തു തന്ന വലിയ സമ്മാനമായിരുന്നു ഈശോ എന്ന് അച്ഛൻ്റെ ബ്രദറിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞു. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും ഒരു സ്നേഹത്തിൻ്റെ ദൂരമാണെന്ന് ബ്രദർ നമ്മെ പഠിപ്പിച്ചു. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. പ്രസംഗത്തിൻ്റെ കന്നിപ്രസംഗത്തിൻ്റെ ഇന്നലെയാണ് വാസ്തവത്തിൽ ഞാൻ ബ്രദറിനോട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് വലിയ തിരക്കുകളുള്ള ദിവസം ബഹുമാനപ്പെട്ട ഡീക്കന്മാരുടെയൊക്കെ ക്ലാസ്സുകൾ സജ്ജീകരിക്കുന്നതിന് ഏറെ കഴിവുകൾ കൊണ്ട് ദൈവം അലങ്കരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഡീക്കൻ ആ തിരക്കിലായിരുന്നു. എന്നിട്ടും ഈ കന്നിപ്രസംഗത്തിന് വേണ്ടി യാതൊരു വൈമനസ്യവും കൂടാതെ ഏൽക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിക്കുന്നു, സഭയുടെ വലിയൊരു പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട ഷാമി, പ്രത്യേകിച്ചും വരാപ്പുഴത്തിലുള്ളവരുടെ സ്നേഹം നിറഞ്ഞ ഷാമി. ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഇടത്തും വലത്തുമായി ബ്രദറിനും കൂടെ ഉണ്ടാകട്ടെ. പൗരോഹിത്യത്തിൻ്റെ പുണ്യജീവിതം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര തന്നെ ആയിരിക്കട്ടെ ജീവിതമെന്ന് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദി. കൊച്ചച്ഛന് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഒരേ കടമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. തിരുനാൾ ദിവ്യപൂജയിൽ നമുക്ക് സഹകാർമ്മികനായി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന സ്നേഹമുണ്ട്. കൊച്ചച്ഛന് നന്ദി. ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമേ സൂചിപ്പിച്ചു, യാതൊരു വിധത്തിലുള്ള ആരവങ്ങൾ ഇല്ലാതെ തിരുനാളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തിരുനാളിന് അല്പം ഭംഗിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന് അല്പം ചലനാത്മകത ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രസമിതി ഭാരവാഹികളും സന്മനസ്സുള്ള ചുറ്റുപാടുമുള്ളവരും നമ്മുടെ ആൾത്താര ശുശ്രൂഷകരായ കപ്പ്യാരും ചെമ്മതോറും ഗായിക സംഘങ്ങൾ അംഗങ്ങളും എല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ വളരെ സഹായിക്കുകയായിരുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. കൊടിയേറ്റത്തിൻ്റെ ആ സമയത്ത് തന്നെ വളരെ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി ആ കൊടിയേറ്റ തിരുക്കർമ്മങ്ങളെ ഭംഗിയാക്കാൻ ബലൂൺ പറപ്പിച്ചും അൾത്താര അലങ്കരിച്ചുമൊക്കെ ശോഭി നമുക്ക് വളരെ നിസ്വാർത്ഥമായ സ്നേഹത്തോടെ യാതൊരു പ്രതിഫലവും നേർക്കാതെ ഇത് സ്പോൺസർ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തു. ഒന്നുമില്ലാതിരിക്കുമ്പോഴും തിരുനാളിന് ഒരു സ്വരമുണ്ടാകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബോബൻ ബേ സ്വമനസാലെ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ടി കുറേ പടക്കവും മറ്റു കാര്യങ്ങളും കുർബാനയ്ക്ക് ശേഷം അല്പം ആനന്ദത്തിൻ്റെ കമ്പത്തിരികളും ആകാശത്തിൽ വിരിയാനുള്ള ആകാശ കാഴ്ചയ്ക്കായി കുറച്ച് കരിമരുന്നുമൊക്കെ നമുക്കിവിടെ സമ്മാനിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥമായി സ്പോൺസർ ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ബോബൻ ബേറിനോട് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ദേവാലയത്തിന് യാതൊരു വിധത്തിലുള്ള ദീപാലങ്കാരങ്ങളും ഇല്ലാതിരിക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ദേവാലയത്തിന് മുൻപിലുള്ള ബിനോയും അതുപോലെ തന്നെ ബിജു ചേട്ടൻ മറ്റു കൂട്ടരൊക്കെ കൂടി വന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കപ്പേളയ്ക്ക് മുൻപിൽ കുറച്ച് ദീപാലങ്കാരങ്ങൾ നടത്തി മനോഹരമാക്കി. അങ്ങനെ പെട്ടെന്ന് സമയമായപ്പോൾ ആകാശത്ത് നിന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഈ അനൻവെള്ളം തളിച്ച് ശുദ്ധീകരിച്ചതുപോലെ എല്ലാം മനോഹരമാക്കി ദൈവം ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുക, നമ്മളോട് കൂടെ ഇരുന്ന് എല്ലാത്തിനെയും നയിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർത്ത എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ തിരുക്കർമ്മങ്ങളൊക്കെ ലൈവ് പോകുന്നുണ്ട്. ഇവിടെ ഷാബിനും അതോടൊപ്പം തന്നെ വിനോജും കൂട്ടരുമൊക്കെ വളരെ മനോഹരമായിട്ട്
കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ വർഷവും നമ്മൾ ഇന്നും നാളെയുമായി 2 വളരെ മനോഹരമായിട്ടുള്ള പ്രദക്ഷിണങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് നമ്മുടെ ഈ തിരുനാളിനെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ പ്രദക്ഷിണത്തെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നു. നാളെ രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ ദിവ്യപൂജ നമ്മുടെ ദേവാലയത്തിൽ നടക്കുക. തിരുനാൾ ദിവ്യപൂജയ്ക്ക് ശേഷം ഗായക സംഘം ലിറ്റനി ഗാനം ആരംഭിക്കുമ്പോൾ ആൾത്താരയിൽ നിന്ന് പറയുന്ന നിർദ്ദേശമനുസരിച്ച് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു പ്രദക്ഷിണം നടക്കണം. നമ്മൾ ദേവാലയത്തിനോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും പ്രദക്ഷിണം നടത്തുക. എന്നാൽ ഈ വർഷം കുടുംബം ദേവാലയമാക്കി നമ്മൾ തിരുക്കർമ്മങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രദക്ഷിണങ്ങൾ നമ്മുടെ കുടുംബത്തിന് വീടിന് ചുറ്റുമായിരിക്കട്ടെ. ഇന്നലെ സൂചിപ്പിച്ചു, വളരെ മനോഹരമായ വിധത്തിൽ വിശ്വാസത്തോടെ ചൈതന്യമുള്ളവർ എല്ലാവരും അതിൽ വിശ്വാസത്തോടുകൂടി തന്നെ ചെയ്യുക. നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഈശോയുടെ നാമത്തിൽ ഒരു പ്രദക്ഷിണം നടക്കട്ടെ. അതിനു വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം ഈ ചരിത്രം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ദിവ്യപൂജയ്ക്ക് ശേഷം ലിറ്റനി ഗാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നതിന് ഇങ്ങനെ ക്രമീകരണങ്ങൾ നടത്തുക. കുടുംബനാഥൻ ഈശോയുടെ തിരുഹൃദയ രൂപം, നമ്മുടെ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള തിരുഹൃദയ രൂപം എടുത്ത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് മക്കളും അമ്മമാരും അമ്മയും ഒക്കെ ചേർന്ന് ആ പ്രദക്ഷിണത്തിന് അനുധാവനം ചെയ്യുക. കത്തിച്ച തിരികളും കൈകളിലേന്തി വീടിന് ചുറ്റും ഒരു പ്രദക്ഷിണമായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം സംഭവിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തി നമ്മുടെ വീട്ടിൽ വീണ്ടും പ്രതിഷ്ഠിക്കുക. നാളെയും വളരെ മനോഹരമായ വിധത്തിൽ ദേവാലയത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലെ തന്നെ അണിഞ്ഞൊരുങ്ങി നമ്മൾ വീടുകളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മറക്കാതെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, വിശുദ്ധ ബലിയുടെ എല്ലാ നിമിഷങ്ങളിലും ഈ വർഷം വളരെ മനോഹരമായ വിധത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ത്യാഗബദ്ധിയ പരിശുദ്ധേന്തിമാരായി കടന്നു വന്ന എല്ലാ കുടുംബിനികളെയും അമ്മമാരെയും ആൾത്താരയിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. നാളെയും വിശുദ്ധ ബലി മധ്യയെ സമർപ്പിക്കും. ഈ തിരുനാളിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആകാശത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിൻ്റെ കൃപകൾ കൊണ്ട് ഈശോ എല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം ഏറ്റവും മനോഹരമായി ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധന്മാരുടെ നേതൃത്വത്തിൽ തന്നെ തിരുനാൾ ഭംഗിയാക്കി ആഘോഷിക്കാൻ നമ്മൾ എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുന്നതാണെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, സ്നേഹത്തിൻ്റെ ഉദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണതയുള്ളവരാക്കട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിലും അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കും പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേന ഏറ്റവും ഭക്തിയോടെ പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷ നൽകുവാനായി സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും തൻ്റെ ദിവ്യഹൃദയത്തിലെ അനന്ത നിക്ഷേപങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പരിപാലിക്കുകയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്താൽ അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയം നിരന്തരം തുടിക്കുന്നുവല്ലോ. ആ ദിവ്യഹൃദയത്തിൽ നിക്ഷിപ്തമായ സ്നേഹസമ്പത്ത് കാരുണ്യപൂർവ്വം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. ആ തിരുഹൃദയത്തെ ഭക്ത്യാദരപൂർവ്വം വണങ്ങുന്ന ഞങ്ങൾ രക്ഷാകര ഫലങ്ങൾ എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നവനാൾ പ്രാർത്ഥന. മനുഷ്യവർഗത്തിന്റെ നേരെ കൃപയും അനുഗ്രഹവും ചൊരിയുന്ന ഈശോയുടെ അത്ഭുത ഹൃദയമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കുവാനും ആപത്തുകളെ സംരക്ഷിക്കുവാനും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുവാനുമായി അങ്ങേ ഹൃദയത്തിൻ്റെ എരിയുന്ന ആഗ്രഹത്താൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും എന്നരുൾ ചെയ്യുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഭാഗ്യവതിയായ മർഗരീത മറിയത്തോട് അങ്ങ് വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും കൃപാസാഗരമായ ഉറപ്പുള്ള ആശ്രയവും പറ്റാത്ത സങ്കേതവുമായി വാഴുന്നുവല്ലോ. ആകയാൽ അനുഗ്രഹങ്ങളുടെയും സ്നേഹത്തിൻ്റെയും അമൂല്യനിധിയായ അങ്ങേ ഹൃദയത്തിൽ എൻ്റെ അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ ഈശോനാഥൻ്റെ തിരുഹൃദയത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ നൊമ്പരങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അനുഗ്രഹവും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യഹൃദയമേ, കനിവാർന്ന് എന്നെ ശ്രവിക്കണമേ. എനിക്കായി അങ്ങേ ദിവ്യഹൃദയം തുറക്കണമേ. സഖ്യവൂസിന്റെ ഭവനത്തിൽ അങ്ങ് വർഷിച്ച രക്ഷയുടെ ദാനത്തിലും കാനായിലെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിലും ഞങ്ങളെയും അവകാശികളാക്കണമേ. ജീവിതകാലത്ത് അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിലും അങ്ങേ തൃപ്പാദത്തിലെത്തിയ പാപികളിലും ദൈവദാനങ്ങൾ ധാരാളമായി വർഷിച്ചതുപോലെ പൂർണ്ണമായി അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ അങ്ങേ വത്സല മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലും കനിവുണ്ടായി ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ കൽപ്പിച്ചു തരണമെന്ന് അങ്ങേ വത്സല മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ,
ദൈവമേ നീ നിത്യപിതാവിൻ കുമാരനായ ഈശോൻ തിരുഹൃദയമേ ഞങ്ങളെ പാലിക്കണമേ. കന്യകമാതാവിനുദരത്തിൻ ഫലമായി ഈശോൻ തിരുഹൃദയമേ ദൈവവചനത്തിൻ ദൃഢമായ രമ്യമായി അനന്തമാം മഹിമയിൽ വാണിടുന്ന ദൈവത്തിൻ പരിശുദ്ധ ആലയമായ അത്യുന്നതന്റെ കൂടാരമായ ദൈവത്തിൻ ഭവനമേ സ്വർഗ്ഗത്തിൻ വാതിലായി കത്തിജ്വലിക്കുന്ന ശ്രീരാജ്ഞി ചൂടയായി നിര്യാതും സ്നേഹത്തിൻ നീതിയുടെയും നന്മയും സ്നേഹവും പൂർണിതമാകും ഹൃദയങ്ങൾക്കൊക്കെയും മതിബലം കേന്ദ്രമായി ദൈവത്വത്തിൻ്റെ പൂർണ്ണത നിറയും എല്ലാത്തുമേകുന്ന നന്മതൻ നിധിയായി ജീവന്റെ ഉറവയാം പരിശുദ്ധിയുടെയും ഞങ്ങൾ തൻ പാപത്തിനു പരിഹാരമായ നിന്ദകളാൽ അപമാനം പേറിയ ദിവ്യ ഞങ്ങൾ തന്ന ക്രമമേറ്റു തകർന്ന മരണത്തിനു താഴ്മയായി വിഴങ്ങിയ ദിവ്യ ആശ്വാസത്തിൻ്റെ നാമോ
ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേരിൽ അങ്ങ് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരയാഗത്തെയും തൃക്കൺ പാർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് സൗഖ്യവും ശാന്തിയും ആത്മീയ വരങ്ങളും നൽകി അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവനം ഉയർത്തുമായ ഈശോയുടെ തിരുഹൃദയമയത്വം ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ ശാന്തിയും യോഗ്യവുമായ ഞങ്ങളെ പാലിക്കണമേ. ഭൂലോകദോഷങ്ങൾ ദൂരിതമാക്കുന്ന ദൈവത്തിൻ ജന്മദിനത്തിലൊരുക്കി ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോകദോഷങ്ങൾ ദൂരിതമാക്കുന്ന ദൈവത്തിൻ ജന്മദിനത്തിലൊരുക്കി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകദോഷങ്ങൾ ദൂരിതമാക്കുന്ന ദൈവത്തിൻ ജന്മദിനത്തിലൊരുക്കി ഞങ്ങൾ ആരാധിക്കാം. കവാടം തുറക്കും ശത്രുവിൻ അടികൾ തകർക്കാം സത്യം തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ദൈവത്തിൻ്റെ അനന്തമായ കരപുരലാത്ത കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ മഹനീയത വിളിച്ചോടുന്ന ജീവദായകമായ ഉദാശയാണ് പരിശുദ്ധ പരമദേവകാരുണ്യം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരോടൊപ്പം കൂടെയായിരിക്കാനും കൂടെ വസിക്കാനും ആയിട്ടാണ് സ്നേഹത്തിൻ്റെ ഈ ഉദാശ സ്ഥാപിച്ചത്. നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, പാടിപ്പുകഴ്ത്താം.
ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് ആലപിക്കാം. സ്നേഹമുള്ളവരെ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. നാം ഇന്ന് തിരുഹൃദയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിലും ദിവ്യകാരൻ ഈശോ നമ്മോട് പറഞ്ഞു തരുന്നത് ബോധി തരുന്നത് ഒന്ന് മാത്രം: സ്നേഹം. ദൈവമേ, സ്നേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുള്ള ഒരു ഹൃദയം ഞങ്ങളിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായകസംഘത്തോടൊപ്പം ഇടുകൾ ചേർന്ന് നമ്മുടെ ഉത്സരീതനായിരിക്കും ദിവ്യകാരൻ ഈശോയെ പാടി പോകാം. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ നമ്മോട് പറയുന്നുണ്ട്: മകനെ, മകളെ, നീ എന്തിന് ഭയപ്പെടുന്നു? ഞാൻ നിന്റെ കൂടെയില്ലേ, നിന്റെ ചാരയില്ലേ? നീ എന്നെ വിളിച്ചാൽ മാത്രം മതി, ഞാൻ നിന്നെ ഓർക്കുന്നു, ഞാൻ നിന്നെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള സന്ദേശം വിശുദ്ധമുണ്ട്. പ്രാർത്ഥിക്കാൻ നമുക്ക് ദിവ്യകാരൻ ഈശോയെ എൻ്റെ വേദനകളിലേക്കും എൻ്റെ സങ്കടങ്ങളിലേക്കും മനോവേദനകളിലേക്കും എൻ്റെ നിരാശബോധത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ദുഃഖത്തിലേക്കും കർത്താവേ നീ സ്നേഹത്തോടെ എഴുന്നള്ളി വേണമെന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരൻ ഈശോയോട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ ബോധത്തോടെ എളിമയോടെ നമുക്ക് ചേർന്നായിരിക്കാം. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ,
ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ കരുണയോടും ഹൃദയമേ തിരുഹൃദയമേ തിരുഹൃദയമേ മധുരമൊഴുകും തിരുഹൃദയം വന്നിടുന്നു നിന്റെ മുന്നിൽ ഒന്നു ചേർന്നിടാ കുമ്പിടുന്നു നിൻ സവിധി സ്നേഹമാനിതാ തിരുഹൃദയമേ തിരുഹൃദയമേ മധുരമേറും ഹൃദയമേ. സ്നേഹിതർക്കായി സ്വയം ജീവനേകിടും നിൻ സ്നേഹമേറും ദിവ്യയാഗമേ സ്നേഹിതർക്കായി സ്വയം ജീവനേകിടും നിൻ സ്നേഹമേറും താതനായി നന്ദിയും ഞങ്ങളും ഇന്ന് സ്നേഹമോടെ ഒരുമയോടെ വന്നിടുന്നിതാ തിരുഹൃദയമേ തിരുഹൃദയമേ മധുരമേറും ഹൃദയമേ തിരുഹൃദയമേ തിരുഹൃദയമേ മധുരമേറും ഹൃദയമേ വന്നിടുന്നു നിൻ